ഇഡ്ഡലി സാമ്പാറുമാണ്. അതിനുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. പിന്നെ നമ്മുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചമുളക് ഇഞ്ചിയൊക്കെ അതോട്ട് അരിയാണ്. ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മലക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു സാധനം ചേർക്കും സാമ്പാറിൻ്റെ കൂടെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പയ്ക്ക ഉണ്ടല്ലോ, കപ്പയ്ക്ക ചെറിയൊരു കഷ്ണം ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ ചേർക്കും. നല്ലതാണ്. ഞാൻ വെച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി കുട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഇഡ്ഡലിക്ക് ഇതാണ്ട കൊരി ഒഴിക്കുകയാണ്. ഇഡ്ഡലിക്ക് സാമ്പാറിന് ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സാമ്പാറിന് ഇതാ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സാമ്പാറിന് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഞാൻ ചെറിയൊരു കഷ്ണം ചേമ്പൊക്കെ ചേർക്കും. നല്ലതാണ്. ചേമ്പ്, മുരിങ്ങയ്ക്ക ഇതൊക്കെ ചേർക്കും. ചെറിയ ഉള്ളി ആണ് ഞാൻ തോനെയും ചേർക്കുന്നത്. സാമ്പാർ പലരും പല രീതിയിലാണ് വെക്കുന്നത്. ഞാൻ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ഉപ്പിട്ട്, വെണ്ടയ്ക്കയൊക്കെ ഞാൻ പിന്നെ എണ്ണയിൽ വാട്ടി ചേർക്കത്തേ ഉള്ളൂ. മുരിങ്ങയ്ക്കയെ ഞാൻ പിന്നെ എടുത്തുള്ളൂ. മുരിങ്ങയ്ക്കൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ അങ്ങ് ഉടഞ്ഞ് ചേരും. അതുകൊണ്ട് ഞാനത് പിന്നെ എടുത്തുള്ളൂ. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി അതിലോട്ട് വയ്ക്കാം. തണുത്തിട്ട് ഇളക്കിയിടാം. ഇളക്കിയിടിയാണ്. നല്ല ഇഡ്ഡലിയാണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് മുരിങ്ങയ്ക്ക ഇടിയാണ്. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റേ കുക്കറിനകത്തോട്ട് കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ വെച്ചാൽ ഇതങ്ങ് ഉടഞ്ഞ് ചേരും. ഞാൻ അടുത്ത പിന്നെ അരപ്പിനുള്ള സാധനങ്ങൾ, അരപ്പിടാനുള്ളത് വറുക്കാൻ പോയി. ഒരു വെണ്ടയ്ക്ക ഞാൻ വഴറ്റി ചേർക്കും. എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടുന്നുണ്ട്. 2 ഉലുവയുടെ അതിനകത്തിട്ട് കടുക് പൊട്ടി കഴിഞ്ഞ് ഞാൻ വെണ്ടയ്ക്ക ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. വെണ്ടയ്ക്ക സാമ്പാറിനകത്ത് കൊഴുപ്പുണ്ടായതുകൊണ്ട് സാമ്പാറിനൊരു കൊഴുപ്പ് ആവും. അതുകൊണ്ട് ഞാനിങ്ങനെ വഴറ്റിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ സാമ്പാറിന് ചേർക്കേണ്ട പൊടികളൂടെ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് സാമ്പാറിനകത്ത് ചേർക്കും. അങ്ങനെയാണ് ഞാൻ തീ കുറച്ച് വെച്ചിട്ട്. മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവ്, പച്ചമുളക് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എരിവ് കുറച്ച് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് ഞാനൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് കായപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ ഞാൻ തീ അങ്ങ് ഓഫാക്കിയിട്ട് ആ ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് സാമ്പാറിനകത്തോട്ട് ഇത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ റെഡിയായി. ഇനി ഒന്ന് ഇഡ്ഡലി ഇവിടെ ശരിയായിട്ടിരുന്നോട്ട് സാമ്പാർ ഒക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. സാമ്പാർ ഇനി ഒന്നുകൂടെ തിളച്ചാൽ മതി. ഇതോടെ തിളച്ച് സാമ്പാർ റെഡിയായിട്ടുണ്ട്.